വടകരയിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന ഗാന്ധി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം എം വി ശ്രേയസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ പുതുതലമുറകളെ ഗാന്ധിജിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ദർശനങ്ങളെക്കുറിച്ചും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഗാന്ധിജിയെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ പുതുതലമുറകളെ ഗാന്ധിജിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ദർശനങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് എം വി ശ്രേയസ് കുമാർ പറഞ്ഞു. വടകരയിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന ഗാന്ധി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1-2 തലമുറ കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ സേവനം എന്താണെന്നും അദ്ദേഹത്തിന്റെ ദർശനം എന്താണെന്നും മറന്നുപോകുന്ന തരത്തിൽ ഇവിടെ പാഠ്യപദ്ധതിയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. 2 കന്യാസ്ത്രീകളെ ഉപദ്രവിച്ചപ്പോൾ അവർക്ക് ജാമ്യം കിട്ടുന്നവർ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്, കോടതിയല്ല പറയുന്നത്. ജഡ്ജ് തീരുമാനിക്കേണ്ടതാണ് ജാമ്യം കൊടുക്കണമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പറയും ജാമ്യം കൊടുക്കും, ഞാൻ പറഞ്ഞാലും ജാമ്യമില്ല. ഗാന്ധിജി ഉണ്ടാക്കിയ ഇന്ത്യയിലെ സ്ഥിതിയാണിത്. അത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഗാന്ധിയുടെ സന്ദേശം ആഴങ്ങൾ ഇറങ്ങിച്ചെല്ലണം, യുവജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഈ ജനാധിപത്യ സമുദായത്തിൻ്റെ വലിയ ആപത്തും ഭീഷണിയും നമ്മൾ തുറന്നു കാണിക്കണം. അതിനെതിരെ പോരാടണം, എത്ര ചെറുതും വലുതുമായ ശക്തികളാണെങ്കിലും. എങ്കിൽ മാത്രമേ ഈ രാജ്യത്തിൽ നമ്മൾ വിഭാവനം ചെയ്ത ഭരണഘടന അനുസരിച്ച്, സംവിധാനം അനുസരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൽ ഗാന്ധിയ രാഷ്ട്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കടം അത് നമ്മൾ പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ്. അല്ലേ ചന്ദ്ര? പണ്ടൊന്നും ചന്ദ്ര നിങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ സംവാദമൊന്നും വേണ്ട ഗാന്ധിജിയെക്കുറിച്ച് അറിയാൻ വേണ്ടി സ്കൂളിൽ നിന്ന് പഠിക്കുക. ഇപ്പം നമ്മൾ സംഘടിപ്പിക്കേണ്ടി വരുന്നു ഗാന്ധി റിലവൻസിനെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. എന്തുകൊണ്ട്? അത് വിസ്മൃതരാക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ ഗാന്ധിജി ഓർമ്മിപ്പിക്കുകയാണ്. എന്നും നമ്മളെ മനസ്സിൽ ജീവിക്കേണ്ട ആ മഹാനെ നമ്മളിനെ വരും തലമുറ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഗതികേടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ. അത് നമ്മൾ മറക്കരുത്. അപ്പം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല, ഗാന്ധിജിയുടെ ആശയത്തിന് വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഗാന്ധിജിയെ ശരീരം കൊണ്ട് കീഴടക്കാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ സോളിനെ കീഴടക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതിനെ നേരത്തെ പറഞ്ഞ ടെൻബർഗിനെ സംഭവിച്ചു. അവർ ശാരീരികമായി കീഴടങ്ങി, മനസ്സ് കീഴടങ്ങിയില്ല. അത് ഗാന്ധിജിയുടെ പ്രചോദനമാണ്. ആ ഗാന്ധിജിയാണ് ഇവിടെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരെ ഇത്തരത്തിലുള്ള ധാരാളം സംവാദങ്ങൾ ചെറുപ്പക്കാരെത്തിക്കാൻ വേണ്ടി ശ്രമം വീണ്ടും ഉണ്ടാകണം. ഏതായാലും ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ മനയത്ത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി പവിത്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫെസ്റ്റ് ഡയറക്ടർ പി ഹരീന്ദ്രനാഥ് എം വി ശ്രേയസ് കുമാറിന് ഉപഹാര സമർപ്പണം നടത്തി. വി ടി മുരളി, ടി പി ഗോപാലൻ, ഐ മൂസ, എം കെ ഭാസ്കരൻ, വി കെ അസീസ്, സോമൻ മുതുവന, പി പി രാജൻ, വിനോദ് പയ്യട, പി കെ രാമചന്ദ്രൻ, പി പ്രദീപ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.